പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയ യുദ്ധഭൂമിയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാര്യം ഇതാണ്: വർഷങ്ങളായി ബംഗാൾ ഭരിക്കുന്ന മമതാ ബാനർജിയും ആ ഭരണം പിടിച്ചെടുക്കാൻ ഉറച്ചു നിൽക്കുന്ന BJPയും തമ്മിലുള്ള ക്ലൈമാക്സ് പോരാട്ടം. ഈ പോരാട്ടത്തിലേക്ക് സാക്ഷാൽ ചാണക്യൻ അമിത്ഷാ നേരിട്ട് എൻട്രി നടത്തിയിരിക്കുകയാണ്. വെറുതെ ഒരു പ്രസംഗം നടത്തി പോകാനല്ല അദ്ദേഹം വന്നത്. അടുത്ത 15 ദിവസം ഞാൻ ബംഗാളിൽ തങ്ങും, പ്രചാരണത്തിന്റെ ചുമതല നേരിട്ട് ഏറ്റെടുക്കുമെന്നാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? മമതയുടെ സാമ്രാജ്യം ഇളകുകയാണോ? നമുക്ക് നോക്കാം. മമതാ ബാനർജിയും സുവേന്ദു അധികാരിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന ചൂടേറിയ സ്ഥലമാണ് നന്ദിഗ്രാമം. സുവേന്ദുവിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴാണ് അമിത്ഷാ ബോംബ് പൊട്ടിച്ചത്. സാധാരണ ഒരു കേന്ദ്രമന്ത്രി വന്ന് വോട്ട് ചോദിച്ചു പോകാറാണ് പതിവ്. എന്നാൽ ഇവിടെ അമിത്ഷാ നേരിട്ട് 15 ദിവസം ക്യാമ്പ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, തിരഞ്ഞെടുപ്പ് സമയത്തെ ആക്രമണങ്ങൾ അടിച്ചമർത്തുക. 2, മമതയുടെ തട്ടകത്തിൽ കയറി അവരെ വിറപ്പിക്കുക. തൃണമൂൽ കോൺഗ്രസ് അഴിച്ചുവിടുന്ന ഗുണ്ടാ വിളയാട്ടം ഇനി നടപ്പില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ കാവലാളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ദീദിക്ക് ഇപ്പോൾ ശരിക്കും വിയർക്കുന്നുണ്ട്. സ്വന്തം പാർട്ടിയിലെ അഴിമതിയും ആക്രമണവും കണ്ട് ജനം മടുത്തെന്ന് അമിത്ഷാ തുറന്നടിക്കുമ്പോൾ മറുപടി പറയാൻ ദീദിക്ക് പാടുപെടേണ്ടി വരുന്നു. മമതയ്ക്ക് വിട പറയൂ എന്ന മുദ്രാവാക്യം ബംഗാൾ മുഴുവൻ മുഴങ്ങുന്നുണ്ടെന്ന് അമിത്ഷാ പരിഹസിക്കുമ്പോൾ അത് വെറുതെയല്ല. ബംഗാളിലെ തെരുവുകളിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അമിത്ഷാ അവിടെ തങ്ങുന്നത് ദീദിയുടെ ഉറക്കം കെടുത്താനെന്ന് ഉറപ്പാണ്. കാരണം അമിത്ഷാ പ്ലാൻ ചെയ്താൽ പിന്നെ അത് നടപ്പിലാക്കിയിട്ടേ അദ്ദേഹം മടങ്ങുകയുള്ളൂ. നന്ദിഗ്രാമിലെ ജനങ്ങൾ ഇത്തവണ ചരിത്രം ആവർത്തിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. അതായത് മമതയെ അധികാരത്തിലെത്തിച്ച അതേ നന്ദിഗ്രാമം അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള വാതിൽ കാണിച്ചു കൊടുക്കുമെന്ന്. സുവേന്ദു അധികാരിയുടെ കരുത്തും അമിത്ഷായുടെ ബുദ്ധിയും ഒന്നിക്കുമ്പോൾ ബംഗാളിൽ കാവ്യവസന്തം വിരിയുമെന്നാണ് BJP പ്രവർത്തകരുടെ പ്രതീക്ഷ. തിരഞ്ഞെടുപ്പ് കാലത്ത് തൃണമൂൽ നടത്തുന്ന കളികൾ ഇനി നടക്കില്ല. കാരണം കളി നിയന്ത്രിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടാണ്. മമതയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ അമിത്ഷാ നേരിട്ട 15 ദിവസം പോരാട്ട വീതികളിൽ ഉണ്ടാകും. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, മമതയുടെ അഹങ്കാരത്തിനുള്ള മറുപടിയാണെന്നാണ് BJP പക്ഷം. ദീദിയുടെ ബംഗാളിൽ വോട്ട് ചെയ്യണമെങ്കിൽ തൃണമൂൽ ഓഫീസിൽ നിന്ന് അനുവാദം വാങ്ങണമെന്ന അവസ്ഥയായിരുന്നു ഇത്രയും കാലം. പക്ഷേ അമിത്ഷാ വന്നതോടെ ആ കളി മാറി. പോലീസിനെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന മമതയ്ക്ക് കേന്ദ്രസേനയെ ഇറക്കി അമിത്ഷാ മറുപടി കൊടുക്കുമ്പോൾ അത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, അതൊരു ക്ലീനിങ് ഓപ്പറേഷൻ കൂടിയാണ്. അമിത്ഷായെയും മോദിയെയും പുറന്തള്ളുന്നവർ എന്ന് വിളിക്കുന്ന മമതയുടെ ജനങ്ങൾ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: സ്വന്തം നാട്ടുകാരെ കൊന്നെടുക്കുന്ന സ്വന്തം പാർട്ടിക്കാരേക്കാൾ നല്ലതല്ലേ സുരക്ഷ ഉറപ്പാക്കാൻ വരുന്ന ഈ പുറത്തുള്ളവർ? 15 ദിവസം അമിത്ഷാ ബംഗാളിൽ തങ്ങുന്നത് ദീദിക്ക് സഹിക്കാത്തത് അതുകൊണ്ടാണ്. കാരണം തന്റെ കോട്ടയ്ക്കുള്ളിൽ മറ്റൊരു സിംഹം വരുന്നത് ആർക്കാണ് ഇഷ്ടപ്പെടുക? ബംഗാളിലെ സാധാരണക്കാരായ വോട്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അമിത്ഷായുടെ ഈ വരവിനെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. തങ്ങൾക്ക് പേടിയില്ലാതെ വോട്ട് ചെയ്യാൻ സാധിക്കുമെന്നും അവർ വിശ്വസിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ദീദിക്ക് വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്: പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു പരിക്ക് പറ്റും, പിന്നെ വോട്ടിനായി വീൽ ചെയറിൽ ഒരു യാത്രയാണ്. എന്നാൽ ഈ വീൽ ചെയർ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇനി ബംഗാളിൽ ചെലവാകില്ല. അമിത്ഷാ വരുന്നത് ഓടാനല്ല, 15 ദിവസം അവിടെ താമസിച്ച് ദീദിയുടെ വൈകാരിക നാടകങ്ങൾക്ക് തിരശ്ശീലയിടാനാണ്. പരിക്കേറ്റത് കാലിനല്ല, മമതയുടെ രാഷ്ട്രീയത്തിനാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഡൽഹിയിൽ പോയി ജനാധിപത്യം പ്രസംഗിക്കുന്ന മമതയ്ക്ക് ബംഗാളിലെ സ്വന്തം ഗുണ്ടകൾ അഴിഞ്ഞാടുന്നത് കാണുമ്പോൾ മാത്രം തിമിരം ബാധിക്കും. എതിരാളികളെ അടിച്ചമർത്തുന്നതാണ് ദീദിയുടെ ബംഗാൾ മോഡൽ. എന്നാൽ ഈ 15 ദിവസം കൊണ്ട് ഷാ പഠിപ്പിക്കാൻ പോകുന്നത് യഥാർത്ഥ ജനാധിപത്യം എങ്ങനെയായിരിക്കണമെന്നാണ്. പോലീസ് യൂണിഫോമിൽ ഒളിച്ചിരുന്ന രാഷ്ട്രീയം കളിക്കുന്ന കാലം കഴിഞ്ഞു. ഇനി കേന്ദ്രസേനയുടെ ശബ്ദം കേട്ട് ശീലിച്ചോളൂ. താൻ ബംഗാളിന്റെ മകളാണെന്ന് പറഞ്ഞു നടക്കുന്ന മമതയോട് അതേ ജനങ്ങൾ ചോദിക്കുകയാണ്: സ്വന്തം മക്കളെ കൊലക്കത്തിക്കിരയാക്കുന്ന നിങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരാളായി മാറുക എന്ന്. അഴിമതിയുടെയും ആക്രമണത്തിന്റെയും പര്യായമായി മമത മാറുമ്പോൾ അമിത്ഷാ വരുന്നത് ഒരു രക്ഷകന്റെ വേഷത്തിലാണ്. മകളെ എന്ന് വിളിച്ചവർ തന്നെ ഇപ്പോൾ വിട പറയൂ മമത എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. 15 ദിവസം കൊണ്ട് ആ ശബ്ദം ബംഗാൾ മുഴുവൻ അമിത്ഷാ അലയടിപ്പിക്കും. ബംഗാൾ തന്റെ കുടുംബ സ്വത്താണെന്ന് കരുതി വാഴുന്ന ദീദിക്ക് ഇപ്പോൾ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കാണാം. ഒരു സുൽത്താനെ പോലെ ഭരണം നടത്തിയ മമതയ്ക്ക് മുന്നിൽ ജനാധിപത്യത്തിന്റെ ശക്തിയുമായി അമിത്ഷാ ക്യാമ്പ് ചെയ്യുമ്പോൾ അത് കേവലം ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, മമതയുടെ അഹങ്കാരക്കോട്ട തകർക്കാനുള്ള പടയോട്ടമാണ്. മമതയ്ക്ക് ഇപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ പ്രസംഗത്തിലും അമിത്ഷായെ കണ്ടാൽ വിറയ്ക്കുന്നത്.
അഴിമതിയുടെ സിൻഡിക്കേറ്റ് ഭരണം നടത്തി ജനങ്ങളെ പിഴിഞ്ഞ മമതയ്ക്ക് അമിത്ഷായുടെ 15 ദിവസത്തെ സാന്നിധ്യം ഒരു വിശപ്പുക പോലെയാണ്. കേന്ദ്ര ഏജൻസികൾ ഓരോ അഴിമതിയും പുറത്തു കൊണ്ടുവരുമ്പോൾ ദീദിക്ക് പറയാൻ ഒന്നേയുള്ളൂ, ഇത് രാഷ്ട്രീയ പ്രീണനമാണ്. എന്നാൽ ജനങ്ങൾക്കറിയാം ഇത് പ്രീണനമല്ല, ദീദിയുടെ പാർട്ടിയുടെ പിടിച്ചുപറിയുടെ അന്ത്യമാണെന്ന്. തന്റെ കൂടെ നിന്നവർ ഒന്നൊന്നായി BJP-യിലേക്ക് പോകുന്നത് കണ്ട മമത അവരെ വിശ്വാസവഞ്ചകർ എന്ന് വിളിക്കുകയാണ്. എന്നാൽ ദീദി മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. മുങ്ങാൻ പോകുന്ന കപ്പലിൽ നിന്ന് ആരും രക്ഷപ്പെടാൻ നോക്കും. അമിത്ഷാ കപ്പലിന്റെ പായ കീറാൻ 15 ദിവസം അവിടെ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ചതോടെ ബാക്കിയുള്ള തൃണമൂൽ നേതാക്കളും ഇപ്പോൾ നീന്തൽ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അമിത്ഷാ 15 ദിവസം ബംഗാളിൽ തങ്ങുമെന്ന് കേട്ടതോടെ തൃണമൂൽ ക്യാമ്പിൽ ഇപ്പോൾ കൂട്ട നിലവിളിയാണ്. ജനാധിപത്യം അപകടത്തിലെന്ന് അവർ നിലവിളിക്കുമ്പോൾ ജനം ചോദിക്കുന്നതൊന്നേയുള്ളൂ, ഇത്രയും കാലം BJP പ്രവർത്തകരെ വേട്ടയാടിയപ്പോൾ എവിടെയായിരുന്നു നിങ്ങളുടെ ഈ ജനാധിപത്യം? തോൽവി ഉറപ്പായതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ അവർ പഴിചാരുന്നത്. ബംഗാൾ ഭരിക്കാൻ തനിക്ക് ആരുടെയും അനുവാദം വേണ്ടെന്ന് കരുതിയ ദീദിക്ക് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് മറുപടി വന്നിരിക്കുകയാണ്. അമിത്ഷാ അവിടെ തങ്ങുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബംഗാളിലെ ഓരോ ഇഞ്ചും ഇനി നിരീക്ഷണത്തിലായിരിക്കുമെന്നാണ്. തൃണമൂൽ നേതാക്കളുടെ ഗുണ്ടായിസം സ്വന്തം വീട്ടിൽ വെച്ചാൽ മതി, തെരുവിലിറക്കിയാൽ കേന്ദ്രസേനയുടെ മറുപടി കടുപ്പമായിരിക്കും. ദീദി, ഇത് പഴയ ബംഗാളല്ല, മാറ്റം ആഗ്രഹിക്കുന്ന പുതിയ ബംഗാളാണ്. വോട്ട് ചോദിക്കാൻ വരുന്ന BJP പ്രവർത്തകരെ തടയാനും അവരെ ഭീഷണിപ്പെടുത്താനും നോക്കുന്ന തൃണമൂൽ ഗുണ്ടകൾ ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഓരോ നീക്കവും കാണാൻ അവിടെ ഒരു ചാണക്യനുണ്ട്. പേടിയില്ലാതെ ബൂത്തിലേക്ക് വരാൻ ജനങ്ങൾ തയ്യാറെടുക്കുമ്പോൾ TMCയുടെ ആക്രമണ രാഷ്ട്രീയം അറബിക്കടലിൽ ഒരുക്കേണ്ടി വരും. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പശ്ചിമ ബംഗാളിന്റെ മണ്ണിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ പോരാട്ടമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തുടരുന്ന അടിച്ചമർത്തലുകൾക്കെതിരെയുള്ള ജനങ്ങളുടെ വിപ്ലവമാണ്. മമതാ ബാനർജി എന്ന ഭരണാധികാരിക്ക് തന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന ഭയം വല്ലാതെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ പ്രസംഗത്തിലും അവർക്ക് സമനില തെറ്റുന്നതും കേന്ദ്ര നേതാക്കളെ അധിക്ഷേപിക്കുന്നതും. എന്നാൽ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ 15 ദിവസം തങ്ങാൻ തീരുമാനിച്ചത് ഒരു വലിയ സന്ദേശമാണ്. ബംഗാളിലെ സാധാരണക്കാരന്റെ വോട്ടവകാശം സംരക്ഷിക്കാൻ ഞാൻ ഇവിടെയുണ്ട് എന്ന ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതിയും ഗുണ്ടായുസവും കൊണ്ട് വീർപ്പുമുട്ടിയ ഒരു ജനതയ്ക്ക് ഈ 15 ദിവസം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ദീദി വിചാരിക്കുന്നത് തന്റെ പഴയ തന്ത്രങ്ങൾ ഇത്തവണയും വിജയിക്കുമെന്നാണ്. എന്നാൽ അമിത്ഷായുടെ ചാണക്യ ബുദ്ധിക്ക് മുന്നിൽ ആ തന്ത്രങ്ങളെല്ലാം വെറും ചീട്ടുകൊട്ടാരം പോലെ തകരാൻ പോവുകയാണ്. പണ്ട് കോൺഗ്രസിനെ പുറത്താക്കി അധികാരത്തിൽ വന്ന മമതയ്ക്ക് അതേ വഴിയിലൂടെ പുറത്തേക്കുള്ള വാതിൽ തുറന്നുകൊടുക്കാൻ ബംഗാൾ ജനത തയ്യാറെടുത്തു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നിർണായകമാണ്. ബംഗാളിലെ ഓരോ തെരുവിലും ഓരോ ഗ്രാമത്തിലും മാറ്റത്തിന്റെ കാറ്റ് വീശുകയാണ്. ആ കാറ്റിൽ തൃണമൂലിന്റെ കൊടിമരങ്ങൾ തകരുമോ, അതോ മമത വീണ്ടും എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.